ഹലോ ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്ന ലോസ് ഓഫ് മോഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. ആദ്യത്തെ നമ്മുടെ ഒരു കൺസെപ്റ്റ് ആണ് ഈക്വിലിബ്രിയം ഓഫ് ഫോഴ്സ്. ഈക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു വേർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ഒരു കണ്ടീഷനാണ് അതല്ലേ, ഒരു അവസ്ഥയാണത്. ആ അവസ്ഥ എന്ന് പറയുമ്പം ആ ബോഡി ഒരു എന്താ പറയാ, ഒരു നെറ്റ് മോഷൻ കാണിക്കാതിരിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈക്വിലിബ്രിയം. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ നമുക്ക് ഇപ്പം ഒരു ബ്ലോക്കിന് ഞാൻ ഇതേപോലെ സർഫസിൽ വെച്ചു. ആ ബ്ലോക്കിൽ ഞാൻ എന്ത് ചെയ്തു, ഒരാൾ ഇവിടെ നിന്നിട്ട് ആ ബോഡി എന്ത് ചെയ്യാണ്, തള്ളുവാണെന്ന് കരുതുക. സെയിം വേ അനദർ മാൻ, ഓക്കെ, ഹിയർ he also pushing the body in this direction. ഇനി ആലോചിച്ച് നോക്കുക, ഇവിടെ ഇയാൾ ഈ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്, തള്ളുന്നുണ്ട്, by giving a force of 10 Newton. ഓക്കെ, 10 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. And this man is also giving a force of 10 Newton but in opposite direction. ഓക്കെ, അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇവിടെ ഈ ബോഡിയിൽ കൊടുക്കുന്ന ഫോഴ്സുകളുടെ ഡയറക്ഷൻ എന്താണ്, ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു F1 പ്ലസ് എത്രയാണ്, F2 എന്നായിരിക്കും. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ്, സം ആണ് കേട്ടോ. ആ സം എന്ന് പറയുന്നത് F1 F2 കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഇനി ആലോചിച്ച് നോക്കുക, ഈ F1 എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണെങ്കിൽ F2ന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നോക്കുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് അല്ല, ഡയറക്ഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താ കിട്ടാൻ പോണത്, -10 എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ തന്നെ എഴുതാം. F1 എന്ന് പറയുന്ന ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കുകയാണെങ്കിൽ F2ന്റെ ഡയറക്ഷൻ എത്രയാണ്, മൈനസ് ആക്കി എടുക്കണം എന്നർത്ഥം. കാരണം ഇത് ഓപ്പോസിറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ F = എത്രയാ വരിക, F1 മൈനസ് F2 എന്ന് വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഫോഴ്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്ര ഉണ്ടാവും, നമുക്ക് 0 എന്ന് കിട്ടും. കണ്ടല്ലോ, ഇവിടെ ബോഡിയിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്, ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ബോഡി എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബോഡിയിൽ ആക്ട് ചെയ്തിരിക്കുന്ന നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഈക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈക്വിലിബ്രിയം പറയാൻ പറ്റും. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി എത്രയാവണം, 0 ആവണം. നെറ്റ് ഫോഴ്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക് സം ഓഫ് ദി ഫോഴ്സ് 0 ആവുക. ഓൾജിബ്രായിക് എന്ന് പറയുമ്പം ഇങ്ങോട്ട് പ്ലസ് ആണെങ്കിൽ അങ്ങോട്ട് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൈനസ് ആയിരിക്കുക എന്ന് പറയുന്നതാണ് ഓൾജിബ്രായിക് സമ്മേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം. നൗ ലുക്ക് ഹിയർ, മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ ബോഡിയിൽ ആക്ട് ചെയ്യാം. ഒന്നെങ്കിൽ അത് നമ്മൾ നേരിട്ട് കൊടുത്തതായിരിക്കാം, ലൈക്ക് പുഷ് ഓർ പുള്ള്. സെയിം തിങ് വി ക്യാൻ ഡു വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്. അതായത് നമ്മളിപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് നമ്മുടെ വെയിറ്റ്. അപ്പൊ ഈ വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സ് നമ്മളിൽ ആക്ട് ചെയ്യുന്നത് കോണ്ടാക്ട് വഴിയല്ല, നോൺ കോണ്ടാക്ട് ആണ്. അപ്പൊ ഒരു ബോഡിയിൽ നമുക്ക് ഫോഴ്സ് കോണ്ടാക്ട് വഴി കൊടുക്കുകയാണെങ്കിൽ അതിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കണം. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അത് കോണ്ടാക്ട് ഫോഴ്സ് അല്ല, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അതുപോലെ രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നത് കോണ്ടാക്റ്റിലുള്ളതുകൊണ്ടല്ല, അവർക്കിടയിൽ എന്തുണ്ട്, ഒരു ഫീൽഡ് ഫോഴ്സ് ആണ് കാണുന്നത്. അതുകൊണ്ട് നോൺ കോണ്ടാക്ട് ഫോഴ്സുകളെല്ലാം ഫീൽഡ് ഫോഴ്സുകളായിട്ട് നമ്മൾ കണക്കാക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫീൽഡ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞാൽ അതൊരു ഫീൽഡാണ് ഉണ്ടാക്കുക, അതിനുള്ളിൽ നിൽക്കുന്നവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫീൽഡ് ഫോഴ്സാ, അതിനുള്ളിൽ നിൽക്കുമ്പോൾ അവിടെ ഫോഴ്സ് വരും. ആര് നിൽക്കുമ്പോൾ, ചാർജ് നിൽക്കുമ്പോൾ. മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽഡ് ഫോഴ്സാ, അപ്പൊ അതിനുള്ളിൽ നിൽക്കുമ്പോൾ ഫോഴ്സ് വരും. ആർക്ക്, മാഗ്നറ്റുകൾക്ക്. അപ്പം ഓരോ ഫോഴ്സും ഈ പറയുന്ന രീതിയിൽ കോണ്ടാക്ട് വഴിയാവാം, അല്ലെ, കോണ്ടാക്ട് ഇല്ലാണ്ടെയും ഒക്കെ നമുക്ക് ആക്ട് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താ ചർച്ച ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിഷയം ഇതാണ്, കണക്റ്റഡ് ബോഡീസ് ആണ്, കണക്റ്റഡ് ബോഡീസ്. ഓക്കെ, അത് ഒന്നാമത്തെ കേസ് നിങ്ങൾ നോക്കിയേ. ഇവിടെ ഒരു F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട് M1 എന്ന് പറയുന്ന ഒരു ബോഡിയിൽ, കേട്ടോ. അപ്പൊ ഈ M1 എന്ന് പറയുന്ന ബോഡിയിൽ കൊടുക്കുന്ന ഈ ഫോഴ്സ് ഈ എൻറ്റയർ സിസ്റ്റത്തെ A ആക്സലറേഷനിൽ മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്ന ആർക്കാണ്, M1 എന്ന് പറയുന്ന ബോഡിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഫോഴ്സ്.
പിന്നെ എങ്ങനെയാ ഫോഴ്സ് M2 എത്തിയെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്തുണ്ട്, കോണ്ടാക്ട് ഉണ്ട്. ആ കോണ്ടാക്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഫോഴ്സ് എവിടേക്ക് എത്തുന്നത്, M2 എത്തുന്നത്. അങ്ങനെയെങ്കിൽ എത്രയാണ് M2 എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ ഫോഴ്സിനെ മൊത്തം മാസ് കൊണ്ട് അങ്ങ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, M1 + M2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ M2ലെ ഫോഴ്സിനെ നമ്മൾ M2A എന്ന് എഴുതും, വിച്ച് ഇസ് ഈക്വൽ ടു M2 ഇൻറ്റു എയുടെ വാല്യൂ എത്ര മക്കളെ, F/M1 + M2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ, M2F ഡിവൈഡഡ് ബൈ എത്രയാണ്, M1 + M2 ആയിരിക്കും നമ്മുടെ ഏത് ഫോഴ്സ്, ഇവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പൊ ഇത് കോണ്ടാക്ട് വഴിയാണ് ആ ബോഡിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി എത്രയാണ് M1 എന്ന് പറയുന്ന ബോഡിയിൽ ആക്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും എത്രയാ, F കൊടുത്തിട്ടുണ്ടല്ലോ, അത് മൊത്തം അയാൾക്കല്ലേ കിട്ടിയത്. അല്ല, കോണ്ടാക്ട് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഫോഴ്സ് ആരിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ ഈ ബോഡിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഫോഴ്സ് ആണ് ആരിലുണ്ടാവുക, M1 എന്ന ബോഡിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് അവർ തമ്മിൽ എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ ഫോഴ്സ് കാണിക്കും. ആ റിയാക്ഷൻ ഫോഴ്സ് ആണ് ഇതിനകത്ത് എന്തായിട്ട് കിടക്കുന്നത് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ റിയാക്ഷൻ ഫോഴ്സുകളെല്ലാം ഇന്റേണൽ ഫോഴ്സുകളായിട്ടാണ് കണക്കാക്കുന്നത്. അത് ക്യാൻസൽ ആയി പോകും. അവർ പ്രത്യേകിച്ച് അവിടെ എന്ത് ചെയ്യുന്നില്ല, മോഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് കോണ്ടാക്ട് ഫോഴ്സ് ചോദിച്ചാൽ ഇതാണ് നമ്മൾ അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത് ഇൻ കേസിൽ. അപ്പൊ ഇതാണ് നമ്മൾ അതിന്റെ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്, കണ്ടതാ. ദ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ M1 and M2 ഈസ് M2F ഡിവൈഡഡ് ബൈ M1 + M2. ഓക്കെ, മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ ആണ്. ഇനി ഇതേ കണക്റ്റഡ് ബോഡീസിന്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം, മോർ ദാൻ 2 masses, ദാറ്റ് മീൻസ് ഹിയർ 3 masses. അപ്പോൾ വേഗത്തിൽ എഴുതുക, എന്താ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ബോഡിയിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് പറയേണ്ടതെങ്കിൽ എങ്ങനെ എഴുതണം, M2 + M3 ഓക്കെ ഡിവൈഡർ ഇൻടു എന്താണ്, F ബൈ എത്രയാണ്, M1 + M2 F ഡിവൈഡർ ബൈ M1 + M2 എത്രയായിരിക്കും, M3 ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഈ കാണുന്ന പോയിന്റിലെ കോണ്ടാക്ട് ഫോഴ്സ്. ഇനി ഇവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സ് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു M3A ആണ്. That is equal to M3 into F by M1 + M2 + M3 ആയിരിക്കും ഇവിടുത്തെ കോണ്ടാക്ട് ഫോഴ്സ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾക്ക് കോണ്ടാക്ട് ഫോഴ്സുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കോണ്ടാക്ട് ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ് നമുക്കുള്ളത്. അത് പറഞ്ഞാൽ M1 കൊടുക്കുന്ന ഫോഴ്സ് M2ലേക്ക് എത്തുന്നത് നേരിട്ടുള്ളൊരു എന്താണ് കോണ്ടാക്ട് വഴി ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ കോണ്ടാക്ട് ഫോഴ്സ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ M2 and M3 ഇതാ അതുകൊണ്ട് കിടക്കുന്ന M3F. കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ M1 and M2 ഇതാ കിടക്കുന്ന M2 M3 into F ഡിവൈഡഡ് ബൈ M1 + M2 + M3 ആണ്. ഇതാണ് നിങ്ങൾ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ അടുത്തത് നോക്കുക, ഇതും കോണ്ടാക്ട് ബോഡീസ് തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാല് നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ അവർ തമ്മിൽ നേരിട്ടൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അവരെ കോണ്ടാക്റ്റിൽ നിർത്തിയിരിക്കുന്നത് കണ്ടോ, ഇതെന്താ സാധനം, ഒരു സ്ട്രിങ് കാണുന്നുണ്ടോ? ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ഈ രണ്ട് ബോഡികളെ കോണ്ടാക്റ്റിൽ നിർത്തിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ മീഡിയം ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഈ സ്ട്രിങ് ഇൻഎക്സ്റ്റൻസിബിൾ ആണ്, വലിയത്തില്ല. ഓക്കെ, ഇൻകംപ്രസിബിൾ, അമരത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പം ആ ഫോഴ്സ് ഈ ബോഡിയിലേക്ക് എത്തുന്നത് ഈ സ്ട്രിങ്ങിലൂടെയാണ്. അപ്പൊ സ്ട്രിങ് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് വലിയാനോ അല്ലെങ്കിൽ ചുരുങ്ങാനോ ഒന്നും പാടില്ല. ഇൻഎക്സ്റ്റൻസിബിൾ ആണെങ്കിൽ നമുക്ക് പറയാം നേരത്തെ നമ്മൾ നേരിട്ട് കോണ്ടാക്റ്റിൽ വെച്ചപ്പം കൊടുത്ത പോലെ തന്നെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാകും, ഇവിടെയും ഉണ്ടാവും. ഇവിടെ ആകെയുള്ള വ്യത്യാസം നേരത്തെ ഡയറക്റ്റ് കോണ്ടാക്ട് ആയിരുന്നെങ്കിൽ കുട്ടി ഇതിനിടയിൽ എന്ത് കാണുന്നുണ്ട്, ഒരു സ്ട്രിങ് കാണുന്നതുകൊണ്ട് അയ്യോ ഇവിടെ എന്താ വലിയ മാറ്റം വന്നു, ഒരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ മറ്റിന് വന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സ്ട്രിങ് എന്താണ്, ഇൻഎക്സ്റ്റൻസിബിൾ ആണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അയാൾ ഉപയോഗിക്കാൻ പാടില്ല. അയാൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യണം, കൈമാറുക, അയാൾ ഉപയോഗിക്കരുത്. അങ്ങനെ വരുമ്പം കോണ്ടാക്ട് ഫോഴ്സിൽ കണ്ട അതേ ഫീച്ചർ എവിടെയും കാണാൻ പോണത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിനകത്ത് ചോദ്യങ്ങൾ എന്തൊക്കെയാ, വാട്ട് ഈസ് ദ ആക്സലറേഷൻ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ F ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ M2? അപ്പം ഫോഴ്സ് ഓൺ M2 is equal to നമുക്ക് എന്ത് കൊടുക്കാം, M2A.
ഫോഴ്സ് ഓൺ M2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം M2A എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു M2 ഇൻറ്റു F ബൈ M1 പ്ലസ് M2 എന്ന് കൊടുത്തേക്കാം. സോ യുവർ ആൻസർ ഈസ് M2F ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫോഴ്സ് എത്രയാണ്? M1. ഓക്കെ, അപ്പൊ ഈ സ്ട്രിങ്ങിനെ കൊണ്ട് ഇവിടെ എന്താ മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഇവര് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല അല്ലേ. നമുക്ക് ഈ എന്താണ് ഇപ്പൊ ഈ ബോഡിയെയും ഒരുമിച്ച് നീക്കണം. അപ്പൊ നമ്മൾ കണ്ട വഴി എന്താ, ഒന്നെങ്കിലും ഒരു അടുപ്പിച്ച് നിർത്തിയിട്ട് ഒരുമിച്ച് തള്ളുക. അപ്പൊ അത് പറ്റത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കയറെടുത്ത് കണക്ട് ചെയ്യുക, വലിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കൺസെപ്റ്റ്. അപ്പൊ സ്ട്രിങ് വഴി നമ്മൾ കൊടുക്കുമ്പം അത് കണക്റ്റഡ് ബോഡീസ് ആയി. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ടെൻഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സ്ട്രിങ്. കാരണം നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും അത് വലിയാതെ ഇരിക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അയാള് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ അളവ് എത്രയാണോ അത്രയും തന്നെ ഒരു ടെൻഷണൽ ഫോഴ്സ് ആയിട്ട് അവിടെ കാണിക്കുമ്പോഴാണ് അത് നീങ്ങുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പം ഒരു കയറെടുത്തു, അതിന് മുകളിൽ ഇങ്ങനെ തൂങ്ങി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വെയിറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോണത്. സ്വാഭാവികമായിട്ട് ഞാൻ മേലോട്ട് കയറുമ്പോൾ എന്ത് ചെയ്യും, എനിക്കൊരു ആക്സലറേഷനും കൂടി ഉണ്ടാകുമ്പോൾ അത് വെയിറ്റ് പിന്നെയും കൂടുക. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ കയറ് അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, പൊട്ടിപ്പോകും. ആ സ്ട്രെങ്ത് ആണ് നമ്മൾ ഇവിടെ കണക്കാക്കേണ്ടത്. അപ്പോൾ ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കണക്കാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബ്ലോക്ക് എത്ര ആക്സലറേഷനിൽ സഞ്ചരിക്കുമോ അത്രയും ടെൻഷൻ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഈ ബോഡിക്ക് മോഷൻ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ ടെൻഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ്. അയാൾ മുന്നോട്ട് വലിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്തിനാ നിങ്ങൾ രണ്ട് T കാണിച്ചത്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ബോഡിയുടെ കാര്യം പറയുമ്പോൾ ഇത് മാത്രം എടുക്കുക, മറ്റേ ബോഡിയുടെ കാര്യം പറയുമ്പോൾ ആ ടെൻഷൻ മാത്രം എടുക്കുക. ഒരുമിച്ച് സിസ്റ്റം പറയുമ്പം ആ ടെൻഷൻ എന്തായി പോകണം? ക്യാൻസൽ ആയി പോകണം. കാരണം ഇത് അവിടുത്തെ എന്ത് ഫോഴ്സ് അല്ല, എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, ഇന്റേണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇന്റേണൽ ഫോഴ്സുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് ക്യാൻസൽ ആയി പോകണം. അവര് പ്രത്യേകിച്ച് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പം ഈ ബോഡിയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ എടുക്കും, ഈ ബോഡിയുടെ കാര്യം എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, T is equal to നമുക്ക് എന്ത് കൊടുക്കാം? M2A എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ M2 ഇൻറ്റു എയുടെ വാല്യൂ എന്ത് മക്കളെ? F ബൈ M1 പ്ലസ് M2. അത് തന്നെയല്ലേ മക്കളെ നമ്മൾ എഴുതിയിരിക്കുന്നത്? ഫോഴ്സ് ഓൺ M1 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? T ആണ് ടെൻഷൻ. ഓക്കെ, അപ്പൊ ഇനി ഈ കാണുന്ന ബോഡിയിൽ നിന്ന് T കാണാൻ പറ്റുമോ? പറ്റും. F മൈനസ് T ഇസ് ഈക്വൽ ടു M1 പറ്റും. F മൈനസ് T ഇസ് ഈക്വൽ ടു M1. അപ്പൊ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു കുട്ടി വെക്ടർ പഠിച്ചിട്ടുണ്ട്. ആ വെക്ടർ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അത് മനസ്സിലാക്കുക. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിയേ, ഇവിടെ നമ്മൾ 3 മാസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ അവിടെ വരാൻ പോണത്. വാട്ട് ഈസ് ആക്സലറേഷൻ? ദാറ്റ് ഈസ് ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ദാറ്റ് ഈസ് F0 ബൈ F1 പ്ലസ് M2 പ്ലസ് M3 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ M2? That is M2A. What is the force on M3? That is M3A. What is the force on M1? That is M1A. Okay. Then they will ask you what is the value of T2? T2 is M3A. Simple. Okay. Then what about T1? That is equal to M3A plus M2A. കാരണം T1 അങ്ങോട്ടുള്ള ഫോഴ്സ് ആണ്. അത് എത്രയ്ക്ക് ഈക്വൽ ആയിരിക്കും? M3A plus M2A സമ്മന് ഈക്വൽ ആയിരിക്കും. സോ T1 കിട്ടി, T2 കിട്ടി. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. We don't want the help of free body actually. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ഈ കാണുന്നതിനകത്ത് T1 ഇതാ, ഈ ബോഡിയുടെ കാര്യം പറയുമ്പോൾ T1 ഉണ്ട്, ഈ ബോഡിയുടെ കാര്യം T1 ഉം T2 ഉണ്ട്, ഈ ബോഡിയുടെ കാര്യം T2 മാത്രമേ ഉള്ളൂ. കേട്ടോ, അപ്പൊ നമുക്ക് ഇവിടെ ഫോഴ്സ് ചോദിക്കുന്ന സമയത്ത് കോണ്ടാക്ട് ബോഡീസിന് നിങ്ങൾ എങ്ങനെയാണോ റിസൾട്ട് ഉപയോഗിച്ചത് അത് മാത്രം ഉപയോഗിക്കുക. പിന്നെ സ്ട്രിങ് ആകുമ്പം സ്ട്രിങ് ഒരു മീഡിയം ആയിട്ട് നിൽക്കുമ്പോൾ അയാളുടെ ആ ടെൻഷൻ രൂപത്തിലാണ് ആ ഫോഴ്സ് എവിടേക്ക് എത്താൻ പോണത്? നമ്മൾ പറഞ്ഞിരിക്കുന്ന M1, M2, M3 എത്താൻ പോണത്. അത്രയും വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണെങ്കിൽ മാത്രമേ ഈ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സി ഹിയർ കണക്റ്റഡ് ബോഡീസിന്റെ കേസിൽ നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു കാര്യമാണെന്ത് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു പുള്ളി സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. ഇതൊരു പുള്ളിയാണ്. പുള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ മെഷീൻ കേട്ടോ.
സിമ്പിൾ മെഷീൻ ആണ്. നമ്മൾ എന്തിനാണ് ഈ പുള്ളി ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ മെഷീൻസ് ഉപയോഗിക്കുന്ന ലോജിക്ക് എന്താ, നമ്മുടെ വർക്ക് കുറച്ച് ഈസി ആക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് പിന്നിലുള്ളത് അല്ലേ. അത് എനിക്ക് പണിയെടുക്കാൻ മടിയാ, അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു ജോലി എന്ത് ചെയ്യും, എളുപ്പത്തിൽ ചെയ്യാനുള്ള വല്ല വഴികളെ പറ്റി ഞാൻ അന്വേഷിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ പലതും കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ. ഇന്നിപ്പം നമ്മളൊരു കടയിൽ ചെല്ലണമെങ്കിൽ, കടയിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സൈക്കിൾ ആവശ്യമുണ്ട്, നടന്നു പോകത്തില്ല. അപ്പൊ നമ്മൾ ഭയങ്കര മടിയന്മാരാണ്. അപ്പൊ ആ നമ്മളെ സംബന്ധിച്ച് ഒരു മെഷീൻ എന്ന് പറയുന്നത്, നമ്മളെന്താ ചിന്തിക്കുന്നത്, നമ്മുടെ വർക്ക് എളുപ്പമാക്കി തന്നു അല്ലെ. ശരിയാണ്, നമുക്ക് വർക്ക് എളുപ്പമാക്കി തന്നു. കാരണം നമ്മളിപ്പോൾ ഒരു ഫാൻ ഉപയോഗിക്കുന്ന, എന്താ, ഫാൻ ഉപയോഗിക്കും നല്ല കാറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ആ കാറ്റ് കിട്ടുന്ന ഞാൻ എന്ത് ചെയ്യണം, കൈകൊണ്ട് വീശണം, അതെന്നെ കൊണ്ടാവത്തില്ല, ഫാൻ വേണം. അതാണ് മെഷീൻ ഉപയോഗിക്കുന്ന ലോജിക്ക്. അപ്പൊ പുള്ളി എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ മെഷീൻ അല്ല, അതൊരു സിമ്പിൾ മെഷീനാണ് എന്ന് മനസ്സിലാക്കുക ആദ്യം. കാരണം അവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, പ്രാക്ടിക്കൽ മെഷീൻസിലെല്ലാം നമ്മൾ ഒരു എനർജി കൊടുത്തിട്ടാണ് ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് അതിന്റെ മുകളിലേക്ക് എനർജി ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇയാൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറ്റും. നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലും ഫോഴ്സ് കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ബോഡിയെ ഇപ്പൊ നിങ്ങൾക്ക് മേലോട്ട് ഉയർത്തണം, അപ്പൊ നിങ്ങൾ മേലോട്ട് വലിക്കല്ലേ വേണ്ടത്, പകരം നിങ്ങൾ എങ്ങോട്ടാണ്, താഴോട്ട് വലിക്കല്ലേ ചെയ്യുന്നത്. അപ്പം ഈ പുള്ളി നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ എന്ത് മാറ്റാൻ, ഡയറക്ഷൻ മാറ്റാൻ സഹായിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പുള്ളി ഓൾവേസ് ഹെൽപ്സ് us to change the direction of force. It is not എന്താണ് increasing the magnitude of force that we applied, or it is not doing any kind of additional work to help us. Okay, ഇയാൾ എന്ത് മാത്രമേ ചെയ്യുള്ളൂ, ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറ്റൽ മാത്രമേ ചെയ്യത്തുള്ളൂ, ഒന്നും ചെയ്യത്തില്ല. അത് വളരെ ഈസിയായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ M2 എന്ന് പറയുന്ന ബ്ലോക്കിനെ നമുക്ക് ഉയർത്തണമെങ്കിൽ നമ്മൾ മേലോട്ടല്ലേ ഫോഴ്സ് കൊടുക്കേണ്ടത്. പുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് താഴോട്ട് വലിക്കാമെന്ന് മനസ്സിലായില്ലേ. ഇതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ എന്താണ് ഇവിടുത്തെ ആക്സലറേഷൻ ചോദിച്ചാൽ, സിമ്പിൾ, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു AF നെറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ മാസ്. ഇവിടെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞതാ, M1G എങ്ങോട്ടുണ്ട്, താഴോട്ടുണ്ട്, M2G എന്തുണ്ട്, അതും താഴോട്ടുണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഫോഴ്സ്. അപ്പൊ ഞാൻ ഇങ്ങനെ M1G മൈനസ് M2G ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം, M1 പ്ലസ് M2 എന്ന് കൊടുത്തേക്കാം. സോ യുവർ ആൻസർ ഈസ് M1 മൈനസ് M2. M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു നമുക്ക് എന്ത് കൊടുത്തേക്കാം, G എന്ന് കൊടുത്തേക്കാം. ദാറ്റ്സ് യുവർ ആക്സലറേഷൻ. സി ദിസ്, സി, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഇനി എന്താ ചോദിക്കുക, വാട്ട് ഈസ് T? അപ്പൊ T എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്, എഫക്റ്റീവ് ഫോഴ്സാ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പുള്ളി സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് അഡ്ജസന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ, അതായത് ഇപ്പം ഈ ഈ പുള്ളിയുടെ ഒരു ഭാഗം ഇതും ഇരുഭാഗം ഇതുമാണ്. അപ്പൊ അഡ്ജസന്റ് ആയിട്ട് വരുന്നിടങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെയിം ടെൻഷൻ ആണ് കാണിക്കേണ്ടത്. അപ്പൊ അത് ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ കാണിച്ച ഇത് ആക്സലറേഷൻ ആണ് ഇങ്ങോട്ട് മാറ്റി വരച്ചേക്ക്. ഇവിടെ കാണിച്ച് ഇതേ ടെൻഷൻ എവിടെയും കാണിക്കണം, നമ്മൾ ഇവിടെയും കാണിക്കണം. അതാണ് നമ്മുടെ നിയമം. അഡ്ജസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നിടത്തെല്ലാം നമ്മൾ എന്ത് കാണിക്കണം, ഒരേ ടെൻഷൻ കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് ഒരു ടെൻഷൻ ചോദിച്ചു കഴിഞ്ഞാല്, ടെൻഷൻ എന്ന് പറയുന്നാൽ അവിടുത്തെ എന്ത് ഫോഴ്സ് ആണ്, നെറ്റ് ഫോഴ്സ് ആണല്ലോ. അതുകൊണ്ട് ഈ ബ്ലോക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ T ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു M1G പ്ലസ്, കാരണം താഴോട്ട് ആരുണ്ട്, M1G ഉണ്ട്, താഴോട്ട് തന്നെയാണ് ആര് പോണതും, ബോഡി പോണത്, M1A ഉണ്ട്. അപ്പൊ T ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, M1 ഇൻറ്റു എന്ത് കിട്ടും, G പ്ലസ് A. വെരി സിമ്പിൾ. ഇനിയിപ്പോ ഇവിടുന്ന് പറയണ ഈ M2ന്റെ കേസിൽ പറയണമെങ്കിൽ, ഇവിടുന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എഴുതാം T എങ്ങോട്ടാ, മേലോട്ടാവുള്ളത് അല്ലേ. അപ്പൊ T എന്ന് പറഞ്ഞിരിക്കുന്നത് നെറ്റ് ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, M2G താഴോട്ടും ഉണ്ട്, എന്ത് എങ്ങോട്ട് പോകുന്നുണ്ട്, ഈ ബോഡി മേലോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മ ഇങ്ങനെ എഴുതാം, M1A മേലോട്ട്, M2G താഴോട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ദിസ് ഇസ് നെറ്റ് ഫോഴ്സ്. അപ്പൊ T ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു നമുക്ക് എന്ത് കൊടുത്തേക്കാം, A മൈനസ് G or G മൈനസ് A എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ എന്താണ് T മൈനസ് M2G. T മേലോട്ടാണല്ലോ, അതിൽ നിന്ന് M2G കുറച്ചാൽ എന്താ ഉണ്ടാവുക, M1A കിട്ടുക. ഓക്കെ, അപ്പം ഈ സിസ്റ്റം എന്താണ്, താഴോട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, there is a small mistake. അതായത് ഈ ബ്ലോക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് താഴോട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്, ടെൻഷൻ മേലോട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുക്കാം, M1G മൈനസ് T, M1G മൈനസ് T ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, M1A എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ T ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, M1 ഇൻറ്റു
ജി മൈനസ് എന്ന് കൊടുക്കാം, ഡൗൺ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് കൂടി കേട്ടോമില്ല, അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറയേണ്ടത്. ഇയാൾ മേലോട്ടാണ് പോകുന്നതെങ്കിൽ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, m1 ഇൻറ്റു ജി പ്ലസ് എ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് ഫോഴ്സ് ആണ്. അപ്പൊ അത് ബോഡി താഴേക്ക് പോവാണ് m1 ഇൻറ്റു ജി മൈനസ് എ കൊടുക്കുക, അത് മേലോട്ടാണെങ്കിൽ m ഇൻറ്റു ജി പ്ലസ് എന്ന് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു ബോഡി എ സമം ജി എന്ന ആക്സലറേഷനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ടെൻഷൻ എത്രയാ മക്കളെ, m1 ഇൻറ്റു ജി മൈനസ് ജി ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്, 0. അതായത് നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയിലേക്ക് ഒരു വസ്തു വീഴുമ്പം അതിന്റെ ആക്സലറേഷൻ ആണ് എ ഇക്വൽ ടു ജി ആവുന്നത്. അതായത് ഒരു ഫ്രീ ഫോൾ സിറ്റുവേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നമുക്ക് എന്താണ് നെറ്റ് ഫോഴ്സ് എത്ര കിട്ടുന്നത്, 0 ആണ് കിട്ടുന്നത്. നെറ്റ് ഫോഴ്സ് 0 കിട്ടുവാണെങ്കിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് ഈക്വിലിബ്രിയം, ബട്ട് സ്റ്റിൽ മോഷൻ ഈസ് ദെയർ, ബോഡി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് ഈക്വിലിബ്രിയം ആവോ, ഇല്ല. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈക്വിലിബ്രിയം എന്താണ് ആവാതിരിക്കേണ്ട കാര്യവുമില്ല. ഇനി ഫോഴ്സ് എന്താണ് ഇല്ലാത്തൊരു, ഇപ്പൊ നമ്മൾ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവിടെ ഫോഴ്സ് ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫോഴ്സ് ഉണ്ടെങ്കിലും ഈക്വിലിബ്രിയം ഉണ്ടാവുന്നല്ലേ ഞാൻ പറഞ്ഞത് നേരത്തെ. കാരണം ഒരു ഒബ്ജക്റ്റിനെ അങ്ങോട്ടും തള്ളി ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങോട്ടും തള്ളി ഒരേ ഫോഴ്സ് കൊടുത്തു, അപ്പം നെറ്റ് ഫോഴ്സ് 0 ആയിപ്പോയി. അപ്പോഴും ഈക്വിലിബ്രിയം ഉണ്ട്, പക്ഷെ അവിടെ ഫോഴ്സും ഉണ്ട്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി പോയെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ എപ്പോഴും നെറ്റ് ഫോഴ്സിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ നോക്കിയേ, ഇത് രണ്ട് വെർട്ടിക്കൽ മോഷനിലാണെങ്കിൽ ഇവിടെ ഈ ബോഡി ഹോറിസോണ്ടൽ മോഷനിലാണ്, ഈ ബോഡി വെർട്ടിക്കൽ മോഷനാണ്. അപ്പൊ രണ്ടും കൂടെ ചേരുന്ന ഒരു മോഷനാണ് ഇത്, വെർട്ടിക്കൽ ആൻഡ് ഹോറിസോണ്ടൽ മോഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ആക്സലറേഷൻ. അപ്പൊ നിങ്ങൾ വീണ്ടും A is equal to F net divided by total mass m1 plus m2 എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ നെറ്റ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഈ ബോഡിയുടെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. കാരണം നേരത്തെ കണ്ട ഫിഗറിൽ നിങ്ങൾ നോക്ക്, അവിടെ m12 m1g m2g താഴോട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ മറ്റേത് ടേബിളിന്റെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്, അയാൾക്ക് താഴോട്ടൊരു ഫോഴ്സ് ഒന്നുമില്ല. ഫോഴ്സ് ഉണ്ട്, പക്ഷെ അത് റിയാക്ഷൻ വഴി ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അപ്പൊ അയാൾ പ്രത്യേകിച്ച് ഒരു ഫോഴ്സ് ഇവിടെ എന്താണ് കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ m1 എന്ന് പറയുന്ന ബോഡിയുടെ വെയിറ്റ് വെച്ചിട്ടുള്ള ഫോഴ്സ് എടുത്താൽ മതി. ദാറ്റ് ഇസ് നെറ്റ് ഫോഴ്സ് m1g by m1 plus m2 എന്ന് കിട്ടി. സോ ദാറ്റ്സ് യുവർ ആൻസർ, കോമൺ ആക്സലറേഷൻ. ഇനി എത്രയാ മക്കളെ ടെൻഷൻ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതാണല്ലോ നമ്മുടെ ബോഡി, ഈ കാണിച്ചിരിക്കുന്നതാണല്ലോ നമ്മുടെ ബോഡി. അപ്പം ഈ കാണിച്ചിരിക്കുന്ന ബോഡിയുടെ കേസിൽ ടെൻഷന്റെ വാല്യൂ നമ്മൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടി ഇസ് ഈക്വൽ ടു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ കണ്ടീഷനിൽ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ നോക്കിയാൽ മതി, ടി ഇസ് ഈക്വൽ ടു m2a. ഓക്കെ, ടി ഇസ് ഈക്വൽ ടു m2a. നമ്മളിത് എയുടെ വാല്യൂ എടുത്ത് കൊടുക്കുക, എത്ര ഉണ്ടാവും, m2 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്, m1g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, m1 ഇൻറ്റു m2 ഇൻറ്റു g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഈസ് യുവർ ടെൻഷൻ. അപ്പൊ തൊട്ട് മുമ്പത്തേൽ ടെൻഷൻ താഴോട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, m ഇൻറ്റു എന്താണ് g മൈനസ് എ എന്നല്ലേ പറഞ്ഞത് അല്ലേ, ഇഫ് ഇറ്റ് ഇസ് ഡൗൺ. അപ്പൊ ആണെങ്കിൽ m ഇൻറ്റു ജി പ്ലസ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ m1 ഇൻറ്റു ഇവിടെ താഴെ m1 ഇൻറ്റു ജി പ്ലസ് ജി മൈനസ് എന്ന് കൊടുത്തു. ഇപ്പൊ എയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ, ലുക്ക് ഹിയർ, ദ വാല്യൂ ഓഫ് എ ഈസ് m2 മൈനസ് എന്താണ് ഈ കാണുന്ന വാല്യൂ എടുത്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇറ്റ് ഈസ് 2 ഇൻറ്റു m1 m2g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പൊ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഹോറിസോണ്ടൽ മോഷനിൽ കിട്ടിയ ആൻസറും ഇതും നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇതെന്ന് പറയുന്നത്, അതായത് ഈ ഹോറിസോണ്ടൽ മോഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെർട്ടിക്കലായിട്ട് മാറി. സോ ഈസി. അപ്പം ഇനി നമുക്ക് ഇതിനകത്തുള്ള എന്താണ് പർട്ടിക്കുലർ കേസുകളൊക്കെ ഉള്ളത്. മാൻ ക്ലൈംബിംഗ് റോപ്പ്, ഒരാള് ഒരു റോപ്പിലൂടെ വലിഞ്ഞു കയറുന്നു. സോ ദിസ് ഈസ് ദ മാൻ, ഹി ഈസ് ട്രൈങ് ടു ക്ലൈംബ് ഓവർ ദിസ് റോപ്പ്. അപ്പൊ അയാൾ എ ആക്സലറേഷനിൽ മേലോട്ട് പോകാൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയാം, അങ്ങനെ പോകാൻ ശ്രമിക്കുമ്പം ഇയാളുടെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് mg. ആ mg എങ്ങോട്ട് ആക്ട് ചെയ്യും, താഴോട്ട് ആക്ട് ചെയ്യും. ടെൻഷൻ എങ്ങോട്ട് നിൽക്കും, റോപ്പിന്റെ ഇങ്ങോട്ട് നിൽക്കും. അപ്പൊ ഇവിടുത്തെ ടെൻഷനായിട്ട് മാറാൻ പോകുന്ന വാല്യൂ, ഇയാൾ മേലോട്ടാണല്ലോ കയറുന്നത്, അപ്പൊ നമുക്ക് കൊടുക്കാം m ഇൻറ്റു എന്താണ് g പ്ലസ് എ ആണ് ഇവിടെ വേണ്ട മിനിമം ടെൻഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഫോർ എക്സാമ്പിളിന് ഇയാളുടെ മാസ് ഒരു 70 കിലോഗ്രാം ആണെന്ന് കരുത്. ഓക്കെ, ഇയാൾ സഞ്ചരിക്കുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷനിലാണെന്ന് കരുത്. ഇവിടുത്തെ ഈ റോപ്പിന് നമുക്ക് പരമാവധി തരാൻ പറ്റുന്ന ടെൻഷന്റെ വാല്യൂ 400 ആണെന്നും കരുത്.
അങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കും ഇയാൾക്ക് ഈ ആക്സലറേഷനിൽ ഈ റോപ്പിലൂടെ വലിഞ്ഞു കയറാൻ പറ്റുമെന്നാ ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ടി സിക്കൽ ടു ആ ടി അവിടെ നമുക്ക് തന്ന വാല്യൂ അല്ല കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഈ ടി മാക്സിമം ആവേണ്ട ടി ആണ് കണ്ടുപിടിക്കാൻ പോണത്. അതായത് ഈ റോപ്പിൽ ഇയാൾ കയറുമ്പം എത്ര ടെൻഷൻ എന്ത് ചെയ്യാം ഡെവലപ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾ അതാണ് കണ്ടുപിടിക്കണം. അപ്പൊ ടി സിക്കൽ ടു 70 ഇൻറ്റു ജിയുടെ വാല്യൂ 10 എടുക്കാം, എയുടെ വാല്യൂ നമുക്ക് എത്ര എടുക്കാം 4 എടുക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി 70 ഇൻറ്റു നമുക്ക് എത്ര കിട്ടും 14 എന്ന് കിട്ടും. അപ്പൊ 70 ഇൻറ്റു 14 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി 980 ന്യൂട്ടൺ. 980 ന്യൂട്ടൺ. അപ്പൊ 980 ന്യൂട്ടൺ എന്ന് പറയുമ്പം ഈ സ്ട്രിങ്ങിന് 400 വരെ തരാൻ പറ്റൂ. പക്ഷെ ഇയാൾ ഈ സ്പീഡ് പോവാണെങ്കിൽ 980 വരെ എത്തും എന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ. എന്താ സംഭവിക്കുക, ദോണ്ടേ പോരുന്ന് ആര് ഇയാള് എന്ത് പൊട്ടിയിട്ട് ഈ കയറ് പൊട്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും താഴെ വീഴും. മനസ്സിലായോ? അപ്പം ഈ ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ ഒരു ഫിക്സ്ഡ് വാല്യൂ പറയുന്നുണ്ടെങ്കിൽ അത് ആ റോപ്പിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫോഴ്സ് ആണ്, മാക്സിമം ഫോഴ്സ് ആണ്. അപ്പൊ ഇനി അതിന്റെ മേലെ ഒരു ഫോഴ്സ് കൊടുത്താല് ഈ സ്ട്രിങ് ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് പൊട്ടും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ട്രിങ് ഇൻഎക്സ്റ്റെൻസിബിൾ ആണെങ്കിൽ അടുത്ത ഫേസ് എന്താ പൊട്ടിപ്പോവാന്ന് മാത്രമോ, ഇലോങ്ങേറ്റ് ചെയ്യാന്നുള്ള സാഹചര്യം അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് ടെൻഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ മിഴിച്ചിരിക്കരുത്. ടെൻഷൻ എന്ത് തന്നെയാണ്, ഒരു ഇന്റേണൽ ഫോഴ്സ് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പൊ ഇതാണ് റോപ്പിന്റെ കണ്ടീഷനിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഫ്രിക്ഷൻ എന്നൊരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊരു ഫോഴ്സ് തന്നെയാണ്. എന്ത് ഫോഴ്സ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറയാം, ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടാകുമ്പം വരുന്ന ഫോഴ്സ് ആണ് ഇത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സർഫസിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ നോൺ കൺസർവേറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കാരണം അത് സർഫസ് ഒന്നും അല്ല തീരുമാനിക്കുക, അതിന്റെ പൊസിഷൻ. അപ്പം എനിക്ക് എത്ര വെയിറ്റ് വേണം എന്നുള്ളത് എന്റെ പൊസിഷൻ ഈ ഫീൽഡിൽ നിൽക്കും. അപ്പൊ ഞാൻ ഈ കാണുന്ന ഈ ഹൈറ്റിലേക്ക് ഞാൻ നിന്നു, നേരെ കയറി നിന്നു, അതേ ഹൈറ്റിലേക്ക് അവിടെ പോയി നിന്നു. അപ്പൊ ഈ ഹൈറ്റിൽ ഞാൻ എവിടെ നിന്നാലും എനിക്ക് ഒരേ വെയിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് കൺസർവേറ്റീവ് ഫീൽഡായിട്ട് സംഭവിച്ചാൽ. ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങനെയല്ല, സർഫസ് മാറുമ്പോൾ നമുക്ക് സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ ഫ്രിക്ഷനുള്ള സർഫസിൽ കൂടുതൽ ഫോഴ്സ് വേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ദ എന്താണ് മ്യൂ ടൈംസ് ഓഫ് ദി ആൽഫ ടൈംസ് ഓഫ് ദി നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് mg ആണെങ്കിൽ അതിന്റെ റിയാക്ഷൻ നമ്മൾ n ആയിട്ട് കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന fs ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ആൽഫ എസ് എന്നോ മ്യൂ എസ് എന്നോ കൊടുക്കാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതായത് ഒരു ബോഡിക്ക് ഒരു സർഫസിൽ നിന്നും കിട്ടാകുന്ന പരമാവധി ഫ്രിക്ഷന്റെ വാല്യൂ ആണെന്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. എന്നാൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പം ആ ബോഡി സർഫസിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് എന്ത് കൈനറ്റിക് ഫ്രിക്ഷൻ. അവിടെയും അതിന്റെ ആൻസർ എന്താണ്, ഈ മ്യൂ കെ എം ജി എന്നാ കൊടുക്കുക. കാരണം ഈ മ്യൂ കെ എന്ന് പറയുന്നത് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോഎഫിഷ്യന്റ് ആണ്. അത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, എല്ലായ്പ്പോഴും ആരെക്കാളും ചെറുതുമായിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂവിനേക്കാളും എന്തിരിക്കും, ചെറുതുമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഒരു മോഷനിലുള്ള ഒരു ബോഡിയെ കൂടുതൽ വേഗതയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്, കാരണം മ്യൂക്കയുടെ വാല്യൂ ആണ് നോക്കേണ്ടത്. റസ്റ്റുള്ള ബോഡിയെ മോഷനിലേക്ക് കൊണ്ടുവരാൻ ഇച്ചിരി പാടാണ്, കാരണം അവിടെ ഏത് വാല്യൂ നോക്കേണ്ടത്, മ്യൂ എസിന്റെ വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇനി ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ വരുവാണ്. എങ്ങനെയാ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ സർഫസ്, ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഞാനിവിടെ ഒരു 10 ന്യൂട്ടൺ വാല്യൂ കൊടുത്തു. ഓക്കെ, ഈ ബ്ലോക്കിന്റെ മാസ് 10 കിലോഗ്രാം ആണ്. ഓക്കെ, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷന്റെ മ്യൂ വാല്യൂ 0.2 ആണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും എത്രയാണ് ഫ്രിക്ഷന്റെ വാല്യൂ. അപ്പൊ നമ്മൾ പറയും മ്യൂ ടൈംസ് ഓഫ് എത്രയാണ്, എം ജി ആണ്. മ്യൂ ടൈംസ് ഓഫ് എഞ്ചിന് 0.2 ഇൻറ്റു 10 ഇൻറ്റു 10. എമ്മിന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി, 20 ന്യൂട്ടൺ കിട്ടി. അതായത് ഈ ബോഡിക്ക് ഈ സർഫസിൽ കിട്ടുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ ആണ് എത്ര, 20 ന്യൂട്ടൺ. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് എന്താണ്, വാട്ട് ഈസ് ദ
ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ടിങ് ഓൺ ദ ബോഡി. അങ്ങനെ ചോദിക്കുമ്പം 20 ന്യൂട്ടൺ എന്നല്ല നിങ്ങൾ പറയേണ്ടത്. 20 ന്യൂട്ടൺ അയാൾക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന പരമാവധി എന്താണ്, ഫ്രിക്ഷന്റെ വാല്യൂ ആണത് എന്ന് കരുതിയിട്ട് നിങ്ങൾ 10 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ 20 കിട്ടിയതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, 10 ന്യൂട്ടൺ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ ഫോഴ്സ് ഇസ് നോട്ട് സഫീഷ്യന്റ് എന്നാണെങ്കിൽ ആ 10 ന്യൂട്ടൺ ഫോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം 10 ന്യൂട്ടണിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് അത്രയും തന്നെ ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബോഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ ചോദിച്ചാൽ നിങ്ങൾ എത്ര പറയണം, 10 ന്യൂട്ടൺ പറയണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അപ്പം നമ്മൾ 50 ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ ബോഡിയിൽ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ടാവുന്ന പരമാവധി ഫ്രിക്ഷൻ എന്ന് പറയുന്ന 20 ന്യൂട്ടൺ ഫോഴ്സിനെ കവർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ബോഡിക്ക് ഒരു ആക്സിലറേഷൻ വരും. ആ സമയങ്ങളിൽ എത്രയാണ് ഇവിടെ ആക്ട് ചെയ്യപ്പെട്ട ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ 20 ന്യൂട്ടൺ പറയാം ധൈര്യമായിട്ട്. കാരണം അവിടെ 20 പരമാവധി കൊടുക്കാൻ പറ്റുക. എന്നാൽ നേരത്തെ നിങ്ങൾ 10 കൊടുത്തപ്പം 20 ന്യൂട്ടൺ ഫ്രിക്ഷൻ കിട്ടിയപ്പം എത്രയാണ് നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ചോദിക്കുമ്പം എന്ത് പറയരുത്, 20 പറയരുത്, 10 പറയാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാൻ 2 ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ. കാരണം ഈ ഫ്രിക്ഷൻ എന്താണ് ശരിക്കും ഒരു നെസസറി ഈവിൾ എന്ന് പറയാം. നെസസറി ഈവിൾ എന്ന് പറഞ്ഞാൽ ഇയാള് നമുക്ക് അത്യാവശ്യവുമാണ്, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് അനാവശ്യവുമായിട്ട് മാറും. ഇപ്പൊ നിങ്ങളിപ്പം ഒരു കാറ് വാങ്ങിച്ചു. ആ കാറ് നിങ്ങൾ ദിവസവും രാവിലെ നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകാൻ വേണ്ടി എടുത്തു ഓടിക്കും. ദിവസവും എന്ത് ചെയ്യും, ഈ വാഹനം യാത്ര ചെയ്തു കുറെ കഴിഞ്ഞപ്പോൾ അതിന്റെ ചക്രങ്ങളെല്ലാം തേഞ്ഞു തീർന്നു എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുക? ഓഹ് കഷ്ടം, എൻ്റെ പൈസ പോയി, അല്ലെ? അവിടെ നിങ്ങൾക്ക് അതൊരു അനാവശ്യമായിട്ട് ഫീൽ ചെയ്യുക. അതേസമയം നിങ്ങൾക്കറിയാം ഈ ചക്രങ്ങൾക്ക് നല്ല ത്രെഡ് ഒന്നും ഇല്ലെങ്കിൽ റോഡിൽ അത് സ്കിഡാവും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആക്സിഡൻസ് ഉണ്ടാവും. അപ്പൊ അത് ആവശ്യവുമാണ്. ഒരു പേന പിടിച്ച് എഴുതാൻ കഴിയുക, നടക്കാൻ കഴിയുക, ഓടാൻ കഴിയുക, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു നെസസറി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഒരു അതർ സൈഡ് ആണ് നമ്മൾ പറയുന്നത് എന്ത്, ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അതുകൊണ്ട് ഫ്രിക്ഷൻ ഒരു നെസസറി ഈവിൾ എന്ന ഒരു രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. നെസസറി ഈവിൾ, അത് ആവശ്യമാണ്, ഒരു ഈവിൾ നേച്ചർ നമ്മൾ അതിൽ കൊടുക്കണം കേട്ടോ. അങ്ങനെയെങ്കിൽ ഈ ഫ്രിക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് ഒരു ഗ്രാഫ് ഞാൻ വരച്ചുതരാം. ആ ഗ്രാഫ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രാഫ് എന്ന് പറയുമ്പം ഇത് നമുക്ക് അപ്ലൈഡ് ഫോഴ്സിന്റെ ഗ്രാഫ് ആക്കാം, ഇത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഗ്രാഫ് ആക്കാം. അതായത് ഈ കാണിച്ചിരിക്കുന്നതിൽ ഇത് ഫോഴ്സ് അപ്ലൈഡ്, ഓക്കെ, ഫോഴ്സ് അപ്ലൈഡ്. ഇത് നമുക്ക് എന്താക്കാം, ഫ്രിക്ഷണൽ ഫോഴ്സും ആക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓക്കെ, ഫോഴ്സ് അപ്ലൈഡ് ആണ്, ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോഡി, ഈ ബോഡിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ദിസ് ഈസ് ദ ബോഡി. ഓക്കെ, അപ്പൊ ഈ ബോഡിയുടെ മാസ് 10 കിലോഗ്രാം ആണെന്ന് കരുതുക. 10 കിലോഗ്രാം ആണ് മാസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ സർഫസ് നിന്ന് കിട്ടുന്ന ഫ്രിക്ഷന്റെ വാല്യൂ 0.5 ആണെന്ന് കരുതുക. 0.5 ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചു. പറഞ്ഞു FR = mu ടൈംസ് ഓഫ് m × g ആണ്. അപ്പൊ മ്യൂ എന്ന് പറഞ്ഞാൽ 0.5 ആണ്, m എന്ന് പറഞ്ഞാൽ 10 ആണ്, g എന്ന് പറഞ്ഞാലും 10 ആക്കി എടുത്താൽ നമുക്ക് എത്ര കിട്ടും, 50 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അതിന്റെ അർത്ഥം ഈ ബോഡിക്ക് ഒരു മോഷൻ നടക്കണമെങ്കിൽ നമ്മൾ അവിടെ ഏറ്റവും കുറഞ്ഞത് എത്ര ഫോഴ്സ് കൊടുക്കണം, 50 ന്യൂട്ടൺ ഫോഴ്സ് എങ്കിലും കൊടുക്കണം, ഏറ്റവും കുറഞ്ഞത്. അതിൽ കൂടുതൽ കൊടുത്താലേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഞാൻ ആദ്യം ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, ബോഡി എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. അപ്പൊ എത്രയാ ഫ്രിക്ഷന്റെ വാല്യൂ, 10. ഞാൻ പിന്നീട് അത് 20 ആയിട്ട് ബിൽഡ് ചെയ്തു, അപ്പോഴും ബോഡി മൂവ് ചെയ്തില്ല. അപ്പൊ എത്രയാ ഫ്രിക്ഷന്റെ വാല്യൂ, 20. അത് ഞാൻ അടുത്തത് 30 ആക്കി ബിൽഡ് ചെയ്തു. 30 ആക്കിയപ്പോഴും എന്താ സംഭവിക്കുന്നത്, ബോഡി മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ഫ്രിക്ഷന്റെ ഫോഴ്സ് എത്രയാണ്, 30. അങ്ങനെ ഞാൻ 10 20 ആക്കി, 20 30 ആക്കി, അങ്ങനെ 50 ആക്കിയപ്പം 50 എത്തിയപ്പം അവിടെ ഒരു മോഷൻ ഉള്ള ഒരു പോസിബിലിറ്റി വന്നു തുടങ്ങി.
50ന്റെ മേലെ ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് അയാൾ മൂവ് ചെയ്യാനും തുടങ്ങി. നോട്ട് ദ പോയിന്റ്. അപ്പോ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഫോഴ്സ് എത്രയാണോ കൊടുക്കുന്നത് അത്രയും തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്രിക്ഷനും, അല്ലെ? കുറെ കഴിഞ്ഞ് ഫ്രിക്ഷന്റെ മാക്സിമത്തിൽ എത്തിയപ്പം പിന്നെ ആ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, അത് അധികം കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പൊ നമുക്കത് എങ്ങനെ കാണിക്കാം? ഈ ഗ്രാഫിൽ നോക്കിക്കോ. ആദ്യത്തെ ഒരു കേസിൽ അപ്ലൈഡ് ഫോഴ്സിന്റെ വാല്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, നമ്മളുടെ അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താണോ ഈ അപ്ലൈഡ് ഫോഴ്സിന്റെ കണ്ടീഷൻ എടുത്തു. സോ ദിസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഫോഴ്സ് കൂട്ടി, അതിനനുസരിച്ച് എന്തും കൂടി, നമ്മളുടെ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി. കുറെ കഴിഞ്ഞ് എന്ത് ചെയ്ത് നമ്മൾ കാണുന്നത്, ഈ ഫോഴ്സ് എന്തായി, ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പം എന്താണ്, അയാള് ഇങ്ങനെ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മാക്സിമം പോയിന്റ്, ലിമിറ്റിംഗ് പോയിന്റ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്ത് ഫ്രിക്ഷൻ ആണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയാ. അപ്പൊ അത് മാക്സിമം വാല്യൂ ഓഫ് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതുവരെയുള്ള നിങ്ങളുടെ കേസുകളിലെല്ലാം നിങ്ങൾ μs പരിഗണിക്കുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ആരെ എടുക്കുക, μk. മനസ്സിലായോ? μk ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആരെക്കാളും μsനേക്കാളും എന്തിരിക്കും, ചെറുതായിരിക്കും. μs എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ നേരത്തെ എഴുതിയ ആൽഫ എസ് ആണ് കേട്ടോ മക്കളെ. μk എന്ന് പറയുന്നത് എന്താണ്, ആൽഫ k എന്നാണ് എഴുതുന്നത് കേട്ടോ. അപ്പൊ NCERT അവർ ഉപയോഗിച്ച സിമ്പിൾ ഇതായതുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. സാധാരണ നമ്മൾ മറ്റു ബുക്കുകളിലൊക്കെ നോക്കുന്ന സമയത്ത് μsഉം μq ഒക്കെ കാണാം. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട, അമ്പരം നിൽക്കണ്ട. എന്താ സംഭവം, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ആരെ പറ്റി പറയാനുള്ളത്, ഫ്രിക്ഷനെ പറ്റി പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഫ്രിക്ഷൻ ഒരു എന്താണ്, അത്യാവശ്യമുള്ളൊരു സാധനമാണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. കാരണം ഇത് ഇല്ലെങ്കിൽ നമുക്ക് നടക്കാനോ ഓടാനോ പേന കൊണ്ട് എഴുതാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷന് കുറെ ടൈപ്പ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് എന്ത്, റോളിംഗ് ഫ്രിക്ഷൻ. ഈ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പം ഒരേ സമയം അവിടെ രണ്ട് ഫ്രിക്ഷനുകൾ ചേരുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാനൊരു ഇൻക്ലൈൻഡ് സർഫസ് എടുത്തു. ഓക്കെ, ഇൻക്ലൈൻഡ് സർഫസ് എടുത്തു. ആ ഇൻക്ലൈൻഡ് സർഫസിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബോഡിയെ പ്ലേസ് ചെയ്യാണ്. സോ ദിസ് ഈസ് ദ ബോഡി. ഓക്കെ, ഞാനൊരു ബോഡിയെ പ്ലേസ് ചെയ്തു. ദിസ് ഈസ് ദ ബോഡി. അപ്പൊ ഈ ബോഡി എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഉരുണ്ട് താഴേക്ക് വരികയാണ്. അപ്പൊ ഉരുണ്ട് താഴേക്ക് വരുമ്പം നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ ബോഡിയുടെ ഈ എന്താണ് സെന്റർ ഓഫ് മാസ് എന്ത് മോഷനിലാണ്, ലീനിയർ മോഷനിലാണ്. എന്നാൽ ആ ബോഡിയിൽ തന്നെ ഈ പോയിന്റ് എങ്ങോട്ട് കറങ്ങും, ഇങ്ങോട്ട് കറങ്ങും. ഓക്കെ, അതേപോലെ ഈ പോയിന്റ് എങ്ങോട്ട് കറങ്ങും, ഇങ്ങോട്ട് കറങ്ങും. ഈ പോയിന്റ് എങ്ങോട്ട് കറങ്ങും, ഇങ്ങോട്ട് കറങ്ങും. ഈ പോയിന്റ് എങ്ങോട്ട് കറങ്ങും, നേരെ ഇങ്ങോട്ട് കറങ്ങും. എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ ഈ സെന്റർ എന്ന് പറയുന്ന പോയിന്റ് ഒഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കുലർ മോഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ സെന്റർ എന്ത് മോഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, ലീനിയർ മോഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ലീനിയർ മോഷനും സർക്കുലർ മോഷനും, ലീനിയർ മോഷൻ പ്ലസ് എന്താണ് സർക്കുലർ മോഷൻ, അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾക്ക് അത് എന്തായിട്ട് മാറുന്നത്, റോളിംഗ് മോഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, രണ്ടും കൂടെ ചേരുമ്പം റോളിംഗ് മോഷൻ. ഓക്കെ, ഇതാണ് റോളിംഗ് മോഷൻ. അപ്പം ലീനിയർ മോഷനും സർക്കുലർ മോഷനും കൂടെ ചേരുമ്പം എന്ത് മോഷനായിട്ട് വരും, റോളിംഗ് മോഷനായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത്തരം കേസുകളിൽ നമുക്ക് ഉണ്ടാവുന്ന ഫ്രിക്ഷന്റെ പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. ലീനിയർ മോഷന്റെ കേസിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷന്റെ പേരാണ് എന്ത്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ലീനിയർ മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു എന്താണ് സ്ലൈഡിംഗ് പോലെയാണ്. അപ്പൊ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫ്രിക്ഷൻ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് അവർ നിങ്ങൾക്ക് തരുന്നൊരു ചോദ്യം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് ഫ്രിക്ഷൻ ആണ്. അപ്പൊ അതിൽ ഒന്ന് എന്താണ്, നോക്കി വെച്ചോ, കൈനറ്റിക് ഫ്രിക്ഷൻ.
ഓക്കെ, ഒന്നെന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, മറ്റേതെന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക്കും ഉണ്ട്, എന്താണ് സ്റ്റാറ്റിക്കും ഉണ്ട്. കൈനറ്റിക് എപ്പോഴാ പറയേണ്ടത്? മോഷൻ ഉള്ള സമയത്ത് കൈനറ്റിക്. സ്റ്റാറ്റിക് എപ്പോഴാ പറയേണ്ടത്? റസ്റ്റിൽ ഇരിക്കുമ്പോഴാണ് എന്ത്? സ്റ്റാറ്റിക്. അപ്പൊ 2 ടൈപ്പ് ഫ്രിക്ഷനാ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫ്രിക്ഷന്റെ ടൈപ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് നിങ്ങൾക്ക് അറിയാം, എല്ലാം എഴുതാം കേട്ടോ. ഒന്നാമത്തെ കാര്യം. 2, ഫ്രിക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഫ്രിക്ഷൻ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ അതിൽ കുറെയൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് പരിചയമുള്ളതൊക്കെ തന്നെയാണ്. കാരണം നിങ്ങളിപ്പം ഒരു കിണറിന്ന് വെള്ളം കോരുന്നു, ഒരു കപ്പി അല്ലെ, ആ കപ്പി ഉപയോഗിച്ച് പുള്ളി ഉപയോഗിച്ച് വെള്ളം കോരുന്ന സമയത്ത് പുള്ളി ഭയങ്കര റഫായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെ ആ ആക്സിലില്. അപ്പൊ എന്ത് ചെയ്യും? ആ ഫ്രിക്ഷൻ കുറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അത് കുറച്ച് സ്മൂത്ത് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള ഒരു വഴിയാണ്. ഇനി നിങ്ങൾ ക്യാരംസ് ഒക്കെ കളിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ക്യാരം ബോർഡിനകത്ത് ബോറിക് പൗഡർ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറയുന്ന പൗഡർ ഉപയോഗിക്കും. പൗഡർ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ഫ്രിക്ഷൻ കുറയുന്നുണ്ട്. അതുകൊണ്ട് കോയിൻ നല്ല സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഒരുപാട് വഴികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം ഫ്ലൈറ്റ് ഒക്കെ എയർക്രാഫ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഷാർപ്പ് അടിച്ചാണ് കൊടുക്കുന്നത്. ഈ ഷാർപ്പ് അടിച്ച് കൊടുക്കുമ്പോൾ എയറിന്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എയർ ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഫ്രിക്ഷൻ കൂട്ടണമെങ്കിൽ നമുക്ക് സർഫസിന്റെ സ്വഭാവം കൂടുതൽ റഫാക്കിയാൽ മതിയെങ്കിൽ, ഫ്രിക്ഷൻ കുറയ്ക്കണമെങ്കിൽ അതേ സർഫസിന്റെ സ്വഭാവം നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്മൂത്ത് ആക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ ഫ്രിക്ഷൻ വരുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇന്റർഫേസിൽ നമ്മൾ സ്മൂത്ത് ആക്കുവാണെങ്കിൽ ഫ്രിക്ഷൻ കുറയും, റഫ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ നിങ്ങൾ നല്ല ലാംഗ്വേജിൽ ആ കാര്യങ്ങളൊന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ. ഇനി ഫ്രിക്ഷനെ കൊണ്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും ഈ ടേണിങ്ങിലൊക്കെ വെച്ചിട്ട് ആക്സിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുക. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ടേണിങ് എന്ന് പറയുമ്പം ആ വാഹനം ഓൾമോസ്റ്റ് അവിടെ എന്ത് മോഷനിലാണ്? സർക്കുലാർ മോഷനിലാണ്. അങ്ങനെ വരുമ്പം ഈ സർക്കുലാർ മോഷനിൽ വേണ്ട ഫോഴ്സ് ആണ് ഇത് mv²/r. ഈ ഫോഴ്സ് അവിടെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ സ്കിഡായി പോകും, തെറിച്ചു പോകും ആ പോയിന്റ് നിന്ന്. എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് തിരിഞ്ഞു വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫോഴ്സ് അവിടെ എന്ത് ചെയ്യണം? ആക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പൊ അപകടങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പറയുന്നത് ആ ലോജിക്കലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പം അവിടെ റോഡിനകത്ത് നമ്മൾ കുറച്ച് ഫ്രിക്ഷൻ നമ്മൾ വെച്ചു. ഓക്കെ, കുറച്ച് ഫ്രിക്ഷൻ കൂട്ടാവുന്ന രീതിയിൽ റോഡ് അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഫ്രിക്ഷൻ മാത്രം വെച്ച റോഡ്, അതായത് റോഡിന്റെ ടോപ്പ് ലെയർ നമ്മൾ കുറച്ച് റഫാക്കി നിർത്തുക എന്ന് പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറച്ച് റഫാക്കി നിർത്തുക. റഫാക്കി നിർത്തുമ്പം അവിടെ എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആ ടേണിങ്ങില് എന്തിന് ഈക്വൽ ആയിട്ട് വരും? ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, v² = μsrg എന്ന് എഴുതാം. ദെൻ v = നമുക്ക് എന്ത് കൊടുക്കാം? μsrg. ഇതാണ് ആ ടേണിങ്ങിൽ ആ വാഹനത്തിന് പോകാൻ പറ്റുന്ന പരമാവധി സ്പീഡ്. ഈ സ്പീഡാണ്, അതായത് ആ റോഡിന്റെ സർഫസിന്റെ സ്വഭാവമാണ് മ്യൂസ്. ആ ടേണിങ്ങിന്റെ റേഡിയസ് ആണ് r. g of course യൂണിറ്റ്സ് എ കോൺസ്റ്റന്റ്. അപ്പം v = എന്താണ്? μrg എന്ന് പറയുമ്പം നിങ്ങൾ ആ സർഫസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽ കാരണം ഉണ്ടായത് മ്യൂ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആ ടേണിങ്ങിന്റെ റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടി 40 m/s എന്ന് കിട്ടും. അതിന്റെ അർത്ഥം ഈ ടേണിങ്ങില് പരമാവധി 40 m/s ഇയാൾക്ക് പോകാൻ പറ്റൂ. അതിൽ കൂടുതൽ ഒരു സ്പീഡിൽ സഞ്ചരിച്ചാൽ ഫ്രിക്ഷന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാക്കാൻ സഹായിക്കാൻ സാധിക്കില്ല, അയാൾ സ്കിഡായി പോകും. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ്, നമുക്ക് ഈ സ്പീഡ് 60 ആക്കണമെങ്കിൽ നമ്മൾ എന്തിന്റെ അളവ് കൂട്ടണം?
ആ സർഫസിന്റെ ഫ്രിക്ഷന്റെ വാല്യൂ പരമാവധി കൂട്ടുക. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അപ്പൊ നമുക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവും. കാരണം കൂടുതൽ റഫ് ആവും തോറും നമ്മൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും, നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു പരിധി വിട്ട് റോഡിൽ സർഫസിന്റെ ആ ഒരു നേച്ചർ നമ്മൾ കൂടുതൽ റഫ് ആക്കുന്നതിൽ ലോജിക്കുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റഫ് ആക്കാതെ ആ റോഡിനകത്തുള്ള ഒപ്റ്റിമം സ്പീഡ് നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിലുള്ള പോംവഴി എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ ഒരു പണി ചെയ്തോ, റോഡിന്റെ റോഡിന്റെ ആ സർഫസ് ഒന്ന് ചരിച്ചോ. ആ ചരിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്സ് കേട്ടോ. എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ്? അപ്പൊ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ റോഡിന്റെ ഒരു എഡ്ജ് കുറച്ചങ്ങ് പൊക്കിയുണ്ടാക്കും, ചരിച്ചുണ്ടാക്കും. അപ്പൊ ഈ ചെരിവിന് വരുന്ന സമയത്ത് അപ്പൊ എന്തിനാണ് നമ്മൾ ചരിക്കുന്നത്? ചരിക്കാതിരുന്നാൽ നമുക്ക് കണ്ടല്ലോ, ഒരു സ്പീഡ് കണ്ടല്ലോ, ആ സ്പീഡിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷന്റെ വാല്യൂ കൂട്ടണം. അത് കൂട്ടുന്നതിനൊരു പരിധി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷന്റെ ലിമിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലും കൂടുതൽ വേഗതയിൽ പോകണമെങ്കിൽ പിന്നെയുള്ള പോംവഴിയാണ് റോഡ് ബാങ്ക് ചെയ്യുക. അങ്ങനെ ബാങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കണ്ടോ, ഇതാണ് വാഹനത്തിന്റെ അവസ്ഥ. അവിടെ ഫ്രിക്ഷൻ റോളുണ്ട്, അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ റോളുണ്ട്, എല്ലാത്തിനും റോളുണ്ട്. അങ്ങനെയെങ്കിൽ അത് പ്രകാരം നമുക്ക് ആ ടേണിങ്ങിൽ ഒരു വാഹനത്തിന് പോകാൻ പറ്റുന്ന പരമാവധി സ്പീഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു മാക്സിമയും ഒരു മിനിമയും ഉണ്ട്. കാരണം ഇത്തരം റോഡുകളിൽ ഒരു മിനിമം വെലോസിറ്റിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പം ഇതിപ്പം ഫ്രിക്ഷൻ അകത്തോട്ടിരിക്കുമ്പോഴാണ് ഈ റിസൾട്ട് എങ്കിൽ ഫ്രിക്ഷൻ നേരെ തിരിച്ചു വരുമ്പം ഇവിടെ പ്ലസ് കാണുന്നതൊക്കെ മൈനസ് ആക്കുക, മൈനസ് കാണുന്നതൊക്കെ പ്ലസ് ആക്കിയാൽ ഉത്തരം മറ്റൊന്നായിട്ട് വരും. അത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഇപ്പം ഈ വാഹനം പുറത്തോട്ടാണ് സ്കിഡ് ആകുന്നത്, അപ്പൊ ഫ്രിക്ഷൻ അകത്തോട്ട് അതിനെ പിടിച്ചു വെക്കും. ഓക്കെ, ഇനിയിപ്പോ അകത്തോട്ടാണ് സ്കിഡ് ചെയ്യുന്ന ഫ്രിക്ഷൻ എങ്ങോട്ട് പിടിച്ചു വെക്കണം? പുറത്തോട്ട് പിടിച്ചു വെക്കണം. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഏത് സമയങ്ങളിലും ഈ കാണുന്ന ബോഡിയുടെ മോഷനെ മൊത്തത്തില് നിയന്ത്രിക്കുന്നത് ആ ടേണിങ്ങിൽ അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. ആ വാല്യൂവിനെ എന്ത് ചെയ്യണം? കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റു ഫോഴ്സുകൾ അറേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മോർ ദാൻ ദ സ്പീഡ് വിച്ച് യു ഒബ്സർവ്ഡ് ഇൻ ദ ഫസ്റ്റ് കേസ് യു ക്യാൻ ട്രാവൽ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റോഡിൽ നിന്ന് നടത്തുന്നത് ബാങ്കിങ്. അപ്പൊ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, പക്ഷെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ബേസിൽ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയില്ല ബോർഡ് പരീക്ഷയ്ക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കൂടുതൽ പഠിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കത്തില്ല. എന്നാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റോഡിന്റെ ടേണിങ്ങിലൊക്കെ വളവുകളിലെല്ലാം റോഡിന്റെ ഔട്ടർ എഡ്ജ് റേസ് ചെയ്തിട്ടും ഇന്നർ എഡ്ജ് ലോവർ ചെയ്തിട്ടും നിർമ്മിക്കുന്ന ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാങ്കിങ് ഓഫ് റോഡ്സ്. അപ്പൊ അതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ദ വെഹിക്കിൾ ക്യാൻ ട്രാവൽ മച്ച് ഹയർ സ്പീഡ് ദാൻ എ ലെവൽ റോഡ്. സാധാരണ വളവില് ലെവൽ റോഡ് ആണെങ്കിൽ അതിൽ പോകുന്നതിനേക്കാളും കുറച്ചുകൂടി വേഗതയിൽ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കിഡിങ് ഒഴിവാക്കിയിട്ട് സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ബാങ്കിങ് ഓഫ് റോഡ്സിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത്. അതുകൊണ്ട് ഘാട്ട് റോഡുകൾ നിങ്ങളിപ്പം ഹിമാലയം പോലുള്ള മൗണ്ടെയിനൊക്കെയുള്ള അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ റോഡുകളെല്ലാം ഈ കുന്നിന്റെയും മലയുടെയൊക്കെ മേലെ കൂടി ആയിരിക്കും റോഡുകൾ. അപ്പൊ അത്തരം റോഡുകൾ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഷാർപ്പ് ടേണിങ്ങുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇവിടെയൊക്കെ ഈ രീതിയിലാണ് ഈ റോഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ ലോസ് ഓഫ് മോഷന്റെ ബേസിക് കൺസെപ്റ്റുകളെല്ലാം നിങ്ങൾ പഠിച്ചു. അപ്പൊ ഇതിന്റെ ആദ്യത്തെ നമ്മുടെ 3 ലോ ഓഫ് കൺസർവേഷൻ, ലീനിയർ മൊമെന്റം, കോണ്ടാക്ട് ബോഡീസ്, പുള്ളി സിസ്റ്റം, സ്ട്രിങ് സിസ്റ്റം, അങ്ങനെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഈ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഈ ടേണിങ്ങിൽ വാഹനം ഏത് മോഷനിലായിരിക്കും എന്ന് വെച്ചാൽ സർക്കുലാർ മോഷനിലായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് സർക്കുലാർ മോഷൻ നിങ്ങൾ മോഷൻ പ്ലെയിനിൽ വേറെ പഠിച്ചിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ ഉള്ളത്. ഇപ്പൊ ഇനി നമുക്ക് അടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം ഞാൻ. ടിൽ ദെൻ ബൈ ബൈ.